നമസ്കാരം. മൂന്നാം തവണയും അധികാരത്തിലെത്തുക എന്ന ലക്ഷ്യമിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന രണ്ടാം പിണറായി സർക്കാരിന് തുടർച്ചയായി തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. വകുപ്പിനെ ചുറ്റിപ്പറ്റി അടിക്കടി ഉയരുന്ന വിവാദങ്ങൾ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് തന്നെ കളങ്കമായി മാറിയിരിക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ തുടരെ ഉണ്ടാകുന്ന പ്രതിസന്ധികളും ആരോഗ്യ വകുപ്പിലെ കെടുകാര്യസ്ഥതയും തുടർഭരണം കൊതിക്കുന്ന CPM-ന് തലവേദനയാണ്. ആരോഗ്യ മേഖലയിൽ രണ്ടാം പിണറായി സർക്കാരിന് വലിയ വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നത്. കേരളം നമ്പർ 1 എന്ന് കൊട്ടിഘോഷിക്കുന്ന PR ഏജൻസികൾ നൽകുന്ന ക്യാപ്സ്യൂളുകൾ മാത്രമാണെന്നാണ് വിലയിരുത്തലുകൾ. വകുപ്പ് നിരന്തരം വിവാദത്തിലാകുമ്പോൾ എല്ലാം പ്രതിസ്ഥാനത്ത് മന്ത്രി വീണ ജോർജാണ്. തൊടുന്നതെല്ലാം വിവാദം എന്നതാണ് മന്ത്രി വീണ ജോർജിന്റെ ശാപം. ആശമാരുടെ സമരത്തിലെ വിവാദം ഒന്ന് തണുത്തു വരുമ്പോഴാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി വാർത്തകൾ നിറഞ്ഞത്. അതിനു പിന്നാലെ കൂനിന്മേൽ കുരു എന്ന പോലെ കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരാളുടെ ജീവൻ പൊലിയുകയും ചെയ്തു. മരുന്നുക്ഷാമം, സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ ശോചനീയാവസ്ഥ, തുടരെയുണ്ടാകുന്ന ചികിത്സാ പിഴവിലെ മരണങ്ങൾ തുടങ്ങി ഡോക്ടർ ഹാരിസ് അറക്കലിന്റെ വെളിപ്പെടുത്തൽ വരെ എത്തി നിൽക്കെ മുഖംമിനുക്കാൻ സർക്കാർ വഴി തേടുമ്പോഴാണ് ഇന്നിപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം ഇടിഞ്ഞു വീണതും സ്ത്രീ മരിക്കുന്ന സാഹചര്യം വരെ ആയതും. സ്ഥലം സന്ദർശിച്ച ആരോഗ്യമന്ത്രിയാകട്ടെ അത് ഉപയോഗത്തിലുള്ള കെട്ടിടം അല്ലെന്ന് പറഞ്ഞ് സംഭവത്തെ ലഘൂകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മരണവിവരം പുറത്തു വരുന്നത്. ഇതെല്ലാം ഉയർത്തിക്കാട്ടി പ്രതിപക്ഷം കരുനീക്കമെന്നത് ഉറപ്പാണ്. ഏതാനും മാസങ്ങൾക്കിപ്പുറം വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇവയ്ക്ക് കണക്കു പറയേണ്ടി വരുമെന്ന് കോട്ടയം സംഭവത്തോടെ ഉറപ്പായി. പാർട്ടിക്കുള്ളിലെ എതിർപ്പുകൾ മറികടന്ന് വീണ ജോർജിനെ ആറന്മുളയിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുകയും വിജയിച്ചു വന്നപ്പോൾ ആരോഗ്യമന്ത്രി ആക്കിയതും പിണറായി വിജയന്റെ താല്പര്യമെടുത്താണ്. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നെ തലവേദനയായി മാറുകയാണ് ഈ വകുപ്പും മന്ത്രിയും എന്നതാണ് നിലവിലെ സ്ഥിതി. വീണ ജോർജിനെ ഒരു വട്ടം കൂടി ആറന്മുളയിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കില്ലെന്നാണ് സൂചനകൾ. ഓർത്തഡോക്സ് സഭ വലത്തേക്ക് തിരിയുന്ന സാഹചര്യത്തിൽ വീണയ്ക്കിഞ്ഞി സഭാ വോട്ടുകൾ ക്രോഡീകരിക്കാൻ സാധ്യമല്ല എന്നാണ് വിലയിരുത്തൽ. പത്തനംതിട്ട CPM-ലെ തർക്കങ്ങളും പാർട്ടിക്ക് തലവേദനയാകും. ഒന്നാം പിണറായി സർക്കാരിനെ തുടർ ഭരണത്തിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചതാണ് ആരോഗ്യവകുപ്പ്. K. ശൈലജ മാറി വീണ ജോർജ് മന്ത്രിയായപ്പോൾ ഇவ்விധം തകർന്ന് തരിപ്പണമായത്. മാധ്യമ പ്രവർത്തനത്തിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് എത്തിയ വീണയ്ക്ക് ഭരണപരിചയമില്ലാത്തതാണ് പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമാകാൻ കാരണമെന്നാണ് ആക്ഷേപം. വകുപ്പിൽ മന്ത്രിക്ക് റോളില്ലെന്നും പ്രൈവറ്റ് സെക്രട്ടറിയാണ് വകുപ്പ് ഭരിക്കുന്നതുമെന്നാണ് മറ്റൊരാക്ഷേപം. AKG സെന്ററിലെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ആളാണ് ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി. ഭരണ തുടർച്ചയ്ക്ക് ഒന്നാം പിണറായി സർക്കാരിന്റെ നെടുംതൂണായിരുന്നു ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്തെ മുഴുവൻ ആശങ്കയിലാക്കിക്കൊണ്ട് നിപ വൈറസും കോവിഡും പടർന്നപ്പോൾ ആരോഗ്യവകുപ്പിന് സൽപ്പേരുണ്ടാക്കിയ മന്ത്രിയാണ് KK ശൈലജ. എന്നാൽ രണ്ടാം സർക്കാരിൽ ആരോഗ്യവകുപ്പിന്റെ ചുമതല വീണ ജോർജ് ഏറ്റെടുത്തതു മുതൽ വിവാദങ്ങളുടെ പൊടിപൂരമാണ്. വിദഗ്ധ ചികിത്സയ്ക്കായി സാധാരണക്കാർ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ചികിത്സാ പിഴവുകളിലും മരണങ്ങളിലും തുടങ്ങി ആരോഗ്യവകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുന്ന അനവധി കാര്യങ്ങളുണ്ട്. സർക്കാരിന്റെ മരുന്ന് സംഭരണ കമ്പനിയായ KMSCL ഗോഡൌണുകളിൽ ഉണ്ടായ തീപിടുത്തങ്ങൾ, ഇനിയും തീരാത്ത മരുന്നുക്ഷാമം, ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമം, വകുപ്പ് മേധാവിയുടെ തുറന്നുപറച്ചിൽ, ഒരാളുടെ മരണത്തിനിടയാക്കിയ കോട്ടയത്തെ അനാസ്ഥ എന്നിവ അതിൽ ചിലത് മാത്രമാണ്. കോട്ടയത്തെ അപകടത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വീണ ജോർജ് മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. രാജിയെ രാഷ്ട്രീയ ആവശ്യം എന്ന് പറഞ്ഞ് തള്ളിക്കളയാമെങ്കിലും സമീപകാലത്ത് ആരോഗ്യ വകുപ്പിനെ ചുറ്റിപ്പറ്റി ഉയർന്ന വിവാദങ്ങൾ സർക്കാരിനെ തുടർഭരണ മോഹങ്ങൾക്ക് മേൽ കരുനിഴൽ വീഴ്ത്തുമെന്നതിൽ സംശയമില്ല. ആരോഗ്യ വകുപ്പിനെതിരെ തുടർച്ചയായ ആരോപണങ്ങൾ ഉയരുന്നതിൽ ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്ക് കടുത്ത എതിർപ്പുണ്ട്. മുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായ CPI അക്കാര്യം പരസ്യമായി ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. കേരള മാതൃക, കേരളം ഒന്നാമത് തുടങ്ങിയ നേട്ടങ്ങൾ അഭിരമിക്കുകയാണ് മറ്റു വകുപ്പുകളിലെ പോലെ ആരോഗ്യ വകുപ്പും ചെയ്യുന്നത്. ഈ PR പരിപാടിക്ക് ഇടയിൽ വകുപ്പിൽ ചെയ്യേണ്ട പ്രാഥമികമായ കാര്യങ്ങൾ മറന്നുപോകുന്നു എന്നാണ് ഘടകകക്ഷികൾ ചൂണ്ടിക്കാട്ടുന്നത്. റീൽസും ഷോർട്സും ഷെയർ ചെയ്തുകൊണ്ട് നേട്ടങ്ങൾ കൊട്ടിഘോഷിക്കുന്നതിനിടയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വകുപ്പിൽ കൊണ്ടുവരാൻ കൂടി കഴിയണം. അതിൽ കുറ്റകരമായ വീഴ്ച വരുത്തുന്നത് കൊണ്ടാണ് ആരോഗ്യ വകുപ്പ് നിരന്തരം വിവാദങ്ങൾ പെടുന്നതും മുന്നണിയിലെ പാർട്ടികൾ അഭിപ്രായമുണ്ട്.
വിവാദങ്ങളോടുള്ള മന്ത്രിയുടെ സമീപനവും പ്രശ്നമാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ഉയർത്തുന്ന ചോദ്യങ്ങളോടുള്ള മന്ത്രിയുടെ പ്രതികരണം പലപ്പോഴും പ്രശ്നങ്ങൾ രൂക്ഷമാക്കാൻ കാരണമാകുന്നു. ഒപ്പം നിൽക്കുന്നു എന്ന് വിശ്വാസമുള്ള ചില മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും ഉപയോഗിച്ച് നടത്തുന്ന പ്രതിരോധവും പലപ്പോഴും പച്ചയായ വെള്ളപൂശലായി തരം താഴ്ന്നു പോകുന്നത് കാണുന്നു. ജനങ്ങളോട് നേരിട്ട് ബന്ധപ്പെടുന്ന വകുപ്പ് എന്ന നിലയിൽ കൂടുതൽ ജാഗ്രതയോടും പ്രതിബദ്ധതയോടുമുള്ള പ്രവർത്തനമാണ് ആരോഗ്യ വകുപ്പിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്ന അഭിപ്രായം ഉയരുന്നുണ്ട്.